ഹലോ, ഇന്നിതാ കുറേ ദിവസത്തിന് ശേഷം പിന്നെ ഒരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ എണീച്ച് നമ്മൾ നസൂന് വേണ്ടിയിട്ടുള്ള ചായ കേട്ടോ ഈ റെഡിയാക്കുന്നത്. അത് കുടിച്ച് ആൾ മദ്രസയിൽ പോകാട്ടോ. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകല്ലേ. നിങ്ങളെ സപ്പോർട്ടാണ് മെയിനായിട്ട് വേണ്ടത്. അങ്ങനെ ഇതാ അവർ മദ്രസയിൽ പോയി. പിന്നെ ഞാനൊന്ന് പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കല്ലോ കേട്ടോ. ഈ ഇരിക്കുന്നതിനൊരു സുഖം വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മൾ പൂച്ചകൾ മെയിൻ സ്ഥലിപ്പ് ഇവിടെ കേട്ടോ. ഈ 2 ബൈക്ക് അങ്ങനെ അതൊക്കെ നോക്കി നമ്മൾ ചെയ്യാനാണെങ്കിൽ നല്ല ഉറക്കാം കേട്ടോ. പിന്നെ ഞാൻ ഫുള്ളായിട്ട് കറക്റ്റ് നല്ല പോലെ ഒന്ന് ഇരുട്ടാക്കി കൊടുക്കുന്നുണ്ട്. അതാവുമ്പം ആൾ കുറച്ചും കൂടി ഒന്ന് ഉറങ്ങി കിട്ടും. പക്ഷേ ആൾ പൊതുവേ ഇപ്പം എൻ്റെ ബാക്കിൽ തന്നെ എണീച്ച് വരുത്താട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, ഒന്ന് ഉറങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ അയരിക്കുട്ടീൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കല്ലോ കേട്ടോ. ഇന്ന് വന്നിട്ടുള്ളത് രാവിലെ ദോശയും നല്ല അടിപൊളി ക്രീം പീസ് കറി കേട്ടോ. പിന്നെ ആൾക്ക് സ്നാക്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് പിസ്ത കേട്ടോ. അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു ടവലും കൂടി ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാവുമ്പോൾ ആൾക്ക് യൂസ്ഫുൾ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് എല്ലാവരും സ്കൂളിൽ പോക്കാം കേട്ടോ. ഇന്ന് നമ്മളെ അനിയത്തി കേട്ടോ എല്ലാവരും കൊണ്ടാക്കുന്നു. എല്ലാം ആയിരക്കുട്ടീൻ്റെ ബസ് പോയി. അങ്ങനെ ആൾ എല്ലാവരും കൊണ്ടാക്കാന്നില്ലയിൽ ഇറങ്ങിയതാട്ടോ. അന്നേരം നമ്മളെ നസുവും പിന്നെ നസുവിൻ്റെ കൂടെയുള്ള 2 ഫ്രണ്ട്സും കൂടി കയറിയിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ പോയി. അപ്പോഴത്തേക്കുണ്ട് നമ്മളെ ചെയ്യാനും എണീറ്റിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഫാനെല്ലാം ഓഫാക്കി ഇനി ആളൊന്ന് എണീച്ച് മെല്ലൊന്ന് ഇറങ്ങി വരും കേട്ടോ. ഈ ഇറങ്ങിപ്പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ആള് രാത്രി കളിച്ചിട്ടുള്ള ടോയ്സ് എല്ലാം വിളിച്ചിട്ടുള്ളത് ആൾക്കറിയാം. നേരം ആൾ തന്നെയാണ് കേട്ടോ അതൊക്കെ എടുത്തു വെക്കല്. അതിന് ഞാനായിട്ട് അങ്ങനെ ഇതാക്കൂല. ആളും ഞാനും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെ എടുത്തു വെക്കല. അല്ലേ പിന്നെ ഇവർ ഇങ്ങനെ തന്നെ ആയിപ്പോലേ. അതുകൊണ്ട് കേട്ടോ ആ ഒരു ശീലം കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് സമയം അതിനെ കൊണ്ടൊക്കെ കളിച്ച് പിന്നെ ലാസ്റ്റ് അതൊക്കെ എടുത്തു വെക്കും കേട്ടോ. ആൾ ആ കാര്യത്തിനെല്ലാം ഓക്കെയാ. എടുത്തു വെക്കുന്ന രീതിയിലാട്ടോ ഫസ്റ്റ് ഇങ്ങനെ തുടങ്ങി. പിന്നെ കുറച്ച് സമയം കളിച്ച് പിന്നെ ലാസ്റ്റ് അതൊക്കെ എടുത്തു വെക്കും. ആൾ എണീറ്റ് ഉടനെ ഫുഡൊന്നും കഴിക്കൂല കേട്ടോ. ഈ ഒരു പരിപാടി. പിന്നെ ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് പിന്നെ ഇതാ ഇന്ന് വേഗം ആൾക്ക് ദോശയാട്ടോ കൊടുക്കുന്നത്. അങ്ങനല്ല ലേറ്റായിട്ടല്ലേ എണീച്ചിട്ടുള്ളത്. അതുകൊണ്ട് പാലൊന്നും ആൾക്ക് വേണ്ട പറഞ്ഞു. അങ്ങനല്ല കൊടുത്തിട്ട് കുടിക്കുന്നുണ്ടായിട്ടില്ല. പിന്നെ ഇതാ ഞാനും ആളും കൂടി ദോശയും ഗ്രീൻ പീസ് കറിയൊക്കെ കൂട്ടി അങ്ങനെ ദോശയൊക്കെ കഴിച്ച് പിന്നെ ഇതാ ആൾ കളിക്കുന്ന പരിപാടി കേട്ടോ. ഇതൊന്നും എല്ലാം ഇവിടെ സെറ്റാക്കിയിട്ട് വേണം എനിക്ക് പോയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനല്ല പൊതുവേ സ്കൂളിലെ ദിവസങ്ങളിൽ ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കൽ കുറവാട്ടോ. പക്ഷേ ഇന്നാണെങ്കിൽ ദോശ എനിക്ക് ഉച്ചക്ക് കഴിക്കാനൊന്നുമില്ല. അന്നേരം പിന്നെ വെച്ച് വേഗം ബിരിയാണി ആക്കാന്ന് അതിന് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പാട്ടോ. അങ്ങനെ ഇതാ ആളതിൻ്റെ ഇടയ്ക്കില്ലേ അവിടെ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആളവിടെ സെറ്റാക്കി പിന്നെ ഇതാ ബിരിയാണി ഉണ്ടാക്കാൻ പോക്കാട്ടോ. അതിനു വേണ്ടി ഞാനിവിടെ അയക്കൂറ ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ചെറുതായി കട്ട് ചെയ്ത അയക്കൂറയിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്നും കുറച്ച് സമയം ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു ഫ്രൈ പാൻ എടുത്ത് അതൊന്ന് ചൂടായി വന്നാൽ നല്ല വെളിച്ചെണ്ണയിലിട്ടിട്ട് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് മസാലയിലും ഈ ഒരു വെളിച്ചെണ്ണ യൂസ് ചെയ്യാമല്ലോ. ഈ മീൻ പൊരിക്കുന്ന ടൈമിൽ ഈ ഒരു സ്മെല്ല് മാത്രമല്ല ഈ ഒരു സൗണ്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടേ ഈ ഒരു സൗണ്ട്? അങ്ങനെ ഇതാ മീനെല്ലാം നല്ല പോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി നമുക്കിതാ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം വെക്കാം കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത്ര കുറച്ച് മീനോ എന്ന് വിചാരിക്കും. ഈ ഒരു മീനിന് നമുക്ക് ധാരാളം ആകെ വീട്ടിൽ അത്ര ആൾക്കാരേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് പോരായിട്ട് കുറച്ചും കൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി
പിന്നെ പച്ചമുളക് അത് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ കാന്താരി ആട്ടോ എടുത്തിട്ടുള്ളത്. അല്ല, വീട്ടിലിപ്പോൾ കുറേ കാന്താരിയുണ്ട്. പക്ഷേ ഇപ്പോഴാട്ടോ അറിഞ്ഞിട്ടുള്ളത്. അത് എൻ്റെ വീഡിയോ കാണുന്നതൊക്കെ അറിയാം. ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് ഒരു മുളക് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിൽ എന്താന്ന് കുറ്റിക്കാന്താരിയില്ലേ, അതായിരുന്നു കേട്ടോ. അത് വീട്ടിൽ കഴിഞ്ഞ ദിവസം പണിക്ക് വന്ന ഏട്ടനാട്ടോ പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മളെ മുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 വെള്ള ഉള്ളിയാട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. അതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് മൂടിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഈ ടൈം തന്നെ നമുക്ക് ചോറും കൂടി വേഗം വെക്കാം കേട്ടോ. അങ്ങനല്ല, വേഗം മസാല റെഡി ആവുമല്ലോ. അപ്പോഴത്തേക്കും നമ്മൾ ചോറും കൂടി ഒന്ന് സെറ്റായി പിന്നെ പണി വേഗം തീർന്നല്ല. അങ്ങനെ ഇതാ ചോറ് അവിടെ റെഡിയാൻ വെച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ ഉള്ളിയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. അല്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ 2 ഉള്ളിയൊക്കെ മതിയോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ല, ഇവിടെ ആർക്കും കൂടുതൽ മസാല ഇഷ്ടമല്ല, അതാട്ടോ. പിന്നെ ഞാൻ ഉള്ളിനാങ്കാട്ടി കൂടുതലെടുക്കുക തക്കാളിയാട്ടോ. അങ്ങനെ ഇതാ ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 4 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇട്ടെടുത്ത് അത് വേകുന്ന ടൈം തന്നെ നമുക്കിപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളിപ്പുറം വെച്ചിട്ടുള്ള നമ്മളെ ചോറിനുള്ള വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ അരിയൊക്കെ ഇട്ടെടുത്ത് ഇനി അത് താകുന്ന ടൈം തന്നെ നമ്മൾ മസാല ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ബിരിയാണി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം സിമ്പിളല്ലേ, അത്ര വലിയ പണിയൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയില്ലേ, ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞ വേഗം എളുപ്പത്തിൽ കഴിയുന്ന ഒരു പരിപാടി എനിക്ക് ബിരിയാണി ആട്ടോ. അങ്ങനെ ഇതാ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ വേറൊരു മസാലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേലിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മീനില്ലേ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ മേലിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. കരിവേപ്പില വിട്ട് കൊടുക്കല്ല കേട്ടോ. ഞാനിവിടെ കരിവേപ്പില ഇടാത്തതെന്ന് വെച്ചാൽ വീട്ടിൽ കരിവേപ്പില ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ മസാല എല്ലാം സെറ്റായി വന്നിട്ടുണ്ടാവും. ഇനി ഇതാ ചോറ് ദമ്മിടുന്ന പരിപാടി കേട്ടോ. അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാക്കി വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മൾ ചെയ്യാൻ അതിൻ്റെ ഇടയ്ക്ക് വന്നു, ഞാൻ മറന്നു പോയത് കേട്ടോ. പിന്നെ ഞാൻ ഈ ബിരിയാണീൻ്റെ മേലിലേക്കില്ലേ ഉള്ളി പൊരിച്ചിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. എനിക്കും വീട്ടിലില്ല, ആർക്കും ഇഷ്ടമല്ല. ആ കറുത്തത് കാണുമ്പോൾ എല്ലാവരും എടുത്ത് ചാടില്ല കേട്ടോ, പൊരിഞ്ഞത് കാണുമ്പോൾ. അതുകൊണ്ട് ഇങ്ങനെ കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അടിയിൽ ആദ്യം ചോറ് വെച്ചു, പിന്നെ വെറും മസാലയില്ലേ അത് ഇട്ടു, പിന്നെ ചോറിട്ട്, പിന്നെ അതിൻ്റെ മേലില്ല കേട്ടോ മീൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരു വട്ടം ഇതേപോലെ ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്ക്. ഇനി ഞാൻ ഫുഡ് കഴിക്കലാട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നും ഇല്ലല്ലോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അടുത്ത് നമ്മൾ ചെയ്യാൻ ഫുഡിലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളിന് ആ ചോറ് വന്നപാടെ തന്നെ ആൾക്ക് ചോറ് വേണമെന്നില്ലെങ്കിൽ ആളങ്ങനെ കഴിക്കുകയെല്ലാം ചെയ്തു. പിന്നെ ആൾ നല്ല ഉറക്കാട്ടോ. ആ ടൈമിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായത്. പിന്നെ ഞാനും ബിരിയാണി തിന്ന വേറെ തന്നെ ഒരു ക്ഷീണമല്ലേ, ഞാനൊന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ നഴ്സും ആയിരയൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് ചെടികളൊക്കെ ഒന്ന് നോക്കലാട്ടോ. അങ്ങനല്ല, ഇപ്പോൾ ഒരു കമ്പിളിപ്പുഴുല്ലേ അതിൻ്റെ നല്ല ശല്യമുണ്ട് എൻ്റെ ചെടികളിലൊന്നും വെച്ചാൽ. ഇതിനൊന്നും ഇല പോലും ഇല്ല കേട്ടോ. ഈ റോസ് കാണാൻ നല്ല രസമില്ലേ, ഞാനത് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാട്ടോ, ഉപ്പാൻ്റെ പങ്ങളെടുത്തുന്ന. അങ്ങനെ ഇതൊക്കെ നോക്കി പിന്നെ നമ്മളെ ഒന്ന് നടക്കാൻ പോയിട്ടുണ്ടായിന്. അരിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം. അരിക്കുട്ടിക്ക് മാത്രമല്ല നമ്മളെ ചെയ്യാനും ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഒന്ന് നടക്കാനൊക്കെ പോയി. എങ്ങനെയുണ്ട് നമ്മളെ നാടും പരിസരമൊക്കെ നല്ല രസമില്ല, പച്ചപ്പായിട്ട്. പക്ഷേ ഇതൊന്ന് വെയിൽ വരട്ടെ, ഇത് ഫുള്ള് ഗോൾഡൻ കളറാവും. ഇവിടെ ഫുള്ള് പാറ പ്രദേശാട്ടോ. നമ്മളെ കൂടെ തന്നെ നമ്മളെ പൂച്ചയും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ പുറത്തേക്ക് പോയാൽ നമ്മളെ ബാക്കിൽ തന്നെ അതും കൂടിയും വരും. അങ്ങനെ ഇവരെ കളിയും കാര്യങ്ങളൊക്കെ നോക്കി നമ്മളെ പൂച്ച ഓരോരോ കുരുത്തൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ന്യൂസും ആണെങ്കിൽ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാ വാന്ന് പറഞ്ഞിട്ട്. അതാ നമ്മളെ പള്ളി ഈ കാണുന്നത് കേട്ടോ നമ്മളെ വീഡിയോ. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വരാം. ബൈ ബൈ.